ഹായ് ഹലോ നമസ്കാരം. ദിസ് ഇസ് അല്ലു വെൽക്കമിങ് യു ടു 24 ടൈംസ് മീഡിയ. അപ്പം നമ്മളെ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഒരു നാടൻ കഥയുമായി വരികയാണ് സത്യത്തിൽ സംഭവിച്ചത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ടല്ലേ? എനിക്കൊരു കൗതുകമുണ്ട്. എന്തായിരിക്കും സത്യത്തിൽ സംഭവിച്ചത്? എന്തായാലും ആ കഥ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ പ്രധാന കാസ്റ്റെല്ലാം നമ്മുടെ കൂടെയുണ്ട്. 24 ടൈംസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ ചോദ്യം എല്ലാവരും എന്തായാലും കേട്ട് മടുത്ത ചോദ്യമായിരിക്കും. എന്തായാലും ഞാൻ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ സത്യത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ലല്ലോ. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലേ, പിന്നെ ഞങ്ങളോട് എന്താ ചോദിക്കണേ? നമ്മളെപ്പോഴും ആദ്യമായിട്ടൊരു വിഷയം കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആ കേൾക്കുന്നത് വിശ്വസിക്കുക, അതാണ് നമ്മുടെ ശീലം അല്ലേ? അതാണ് ശരി. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും ലൈവായിട്ട് നിൽക്കുന്ന കാലത്ത് നമുക്ക് ആദ്യം കേൾക്കുന്നതാണ് നമുക്ക് ശരി എന്ന് തോന്നുക. പിന്നീട് തിരുത്തലുകളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ആദ്യം കേൾക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുക. അതാണോ സത്യം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ സിനിമയിൽ അത്തരത്തിലൊരു വിഷയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പ്രശാന്ത് മോഹൻ സാർ സംവിധാനം ചെയ്തിട്ട് ഈ സിനിമയിൽ ജൂൺ 19-നാണ് റിലീസ് ആവുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമുക്കിന്ന് അറിയാൻ പോകുന്നത്. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ്. അപ്പം ഫസ്റ്റ് ലീലാമേൻ തുടങ്ങാം. ഓക്കെ, അമ്മയുടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇത്രയും നാളായിട്ട് നമ്മള് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു അമ്മേനെ പോലെയാണ്. ഇപ്പൊ എന്റെ വീട്ടിലൊരു അമ്മയുണ്ട്, നമ്മളൊരു അമ്മയുടെ ക്യാരക്ടർ പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുക. അതിൽ നിന്നുള്ളൊരു ഫീൽ എന്താണ്? നമ്മളെല്ലാരും അമ്മയായി കാണുന്ന പോലെ തോന്നുമ്പോൾ ഒരു ഫീൽ എന്താണ്? അതിൽ വളരെ സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങളെ കുടുംബത്തിലത്തെ ഒരു അംഗമായിട്ട് എന്നെ കാണുന്നതിലും വലിയ സന്തോഷം എനിക്ക് എന്താ ഉള്ളത്? അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റോടും കൂടെയും മലയാളത്തിലായാലും തമിഴിലായാലും കന്നഡയിലെ ആൾക്കാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവം തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കുക നമ്മളെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തോന്നുന്നു നിങ്ങൾക്ക് അവരായിട്ട് അത്രയും അടുത്തത് കൊണ്ടല്ലേ ആ കഥാപാത്രമായിട്ട്. അതിലൊരുപാട് സന്തോഷം, അതിനപ്പുറം ഒന്നുമില്ല. ഈ സിനിമയും കൂടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് സ്നേഹിക്കുന്നതിൻ്റെ 10 ഇരട്ടി സ്നേഹിക്കും. ഈ സിനിമയുടെ പേര് കേട്ടതിനെക്കാട്ടിലും കൂടുതൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൗതുകം തോന്നി. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം, കേൾക്കുന്ന പോലെ ഒരു നിസ്സാര ചെറിയ കഥയെല്ലാം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിന്റെ കഥ അഭിനയിച്ച് വന്നപ്പോഴത്തേനും എന്താണ് നമുക്ക് തോന്നിയത്? കഥയൊക്കെ അഭിനയിച്ച കാര്യങ്ങളും കഥയുടെ ഉള്ളടക്കും അതിലെ നന്മ തിന്മകളൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയണം. അല്ലാണ്ട് ഞങ്ങളത് അഭിനയിച്ചത് ഞങ്ങൾ ഇന്നത് അഭിനയിച്ചു, ഞങ്ങൾ അന്നതാക്കിയ ഇതാക്കി ഇതാണ് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. കഥയിൽ സിനിമയിൽ എൻ്റെ പേര് അൽഫോൻസാമാണ്. പിന്നെ 2 കഥാപാത്രങ്ങൾ സാധാരണ ഇല്ലാത്തത് ആ സിനിമയിലുണ്ട്. ഒരു കിണർ ഒരു കഥാപാത്രമാണ്, ഒരാടും ഒരു കഥാപാത്രമാണ്. ഈ കിണറും ആടും ഞാൻ കണ്ടായിരുന്നു. കിണർ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കിണർ കണ്ടുവല്ലോ. അപ്പം അതിൻ്റെ അടിവശം വരെ നിങ്ങൾക്ക് കാണാം ഇനി. പിന്നെ ഒരു കഥാപാത്രം ഒരാടും ഉണ്ട്. പിന്നെ കിണറ്റിൽ വീണായിരുന്നല്ലോ, ആരായിരുന്നു? കിണറ്റിൽ ആര് വീണു? അല്ല, അതൊന്നും ഇപ്പം പറയാൻ തയ്യാറല്ല. അങ്ങനെ ഇപ്പൊ കണ്ടിട്ട് അങ്ങനെ എളുപ്പത്തിലാക്കാൻ നടക്കല്ല. എന്തെങ്കിലും ബൈറ്റ് കിട്ടുമോ? കിട്ടൂല മോളെ. കിണറും ആടും അതാണ് കിണർ ആടില്ല, മനസ്സിലായില്ലേ? ആടും കിണറും അങ്ങനെ പറയാല്ലേ ഇനിയിപ്പം. അപ്പം അമ്മയടുത്ത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു സംവിധായകൻ മുന്നേ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് പോലും നോക്കാതെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കയറി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയാനുണ്ടാവോ? എന്നോട് പറയാനുണ്ടാവോ? ഏതെങ്കിലും ഒരു സംവിധായകൻ കഥയൊന്നും കേൾക്കണ്ട, ഞാൻ പറയണതല്ലേ. ഞാൻ എല്ലാരോടും പറയേണ്ടത് തന്നെയാണ്. അല്ല, ഞാൻ എന്താണെന്നറിയാം ഞാൻ പറയണത്. ഇപ്പം അവരിപ്പോൾ കഥ പറഞ്ഞു തന്നു, നമുക്കിപ്പോൾ അത് കഥ പറഞ്ഞു തന്നിട്ട് അവരുടെ ഐഡിയയിൽ തോന്നിയ കഥയും കഥാപാത്രം കാണുക, അവരുടെ കഥയിൽ അവർ എഴുതി വെക്കുന്നത്. അത് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളുടെ കഴിവ് അതെന്തെങ്കിലും അതിൽ തിരുത്താൻ പറ്റെങ്കിലും മാറ്റാൻ പറ്റെങ്കിലും കഥ കേട്ട് കഴിഞ്ഞ് നമ്മൾ അംഗീകരിച്ച് നമ്മൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ പറഞ്ഞു തരുമ്പോൾ ചോദിക്കാം, സാറേ ആ ഡയലോഗ് ഇങ്ങനെ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യുമോയെന്ന് നമുക്ക് ചോദിക്കാം. നമ്മൾ ഈ തൊഴിൽ കൊണ്ട് ജീവിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരും കഥ പറയാറുമ്പോൾ ഞാൻ പറയും കഥയൊന്നും പറയണ്ട, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാൽ മതി. 2 കാര്യം വേണം, തുണി വേണം, അത് ഉറപ്പും പറയുന്ന കാര്യം. കാരണം അല്ല, ഇത് മരുതിന് ചെന്നപ്പോ പറഞ്ഞ സാരി
ഒരു തരത്തില് ഉടുത്തത്. അപ്പൊ ബ്ലൗസ് കൊണ്ടൊന്നില്ല, സാരി കൊണ്ടൊന്നും ബ്ലൗസ് ഇല്ല, സാരി കൊണ്ടൊന്നും കാണിട്ട് ക്യാരക്ടർ സത്യമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ബ്ലൗസ് എവിടെയാ, ബ്ലൗസ് ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു ബ്ലൗസ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് വേറൊരു സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കില്ലായിരുന്നോ, ഞാൻ ഡയറക്ടർ വന്നു നിങ്ങൾ ബ്ലൗസ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ തുണിയില്ലാണ്ട് അഭിനയിക്കാനല്ലേ വന്നത്. വഴക്കൊക്കെ പറഞ്ഞു. അല്ല അമ്മ മനസ്സിലാവണം, ഒരു പെണ്ണിന് ഹെയർ ഡ്രസ്സറെ വിളിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് അവർ അപ്പൊ നമ്മൾ ഈ സൈഡ് മാത്രം കാണും, ഈ സൈഡ് മാത്രം കാണും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും പറയണം, നമ്മള് വിളിക്കുന്ന അവര് പറയാ നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാല് അന്ന് ശരിയാണ് ഞാൻ പറഞ്ഞില്ല ഇത്. പക്ഷെ അത് നമുക്ക് എടുത്തു നോക്കിയപ്പോ പ്രശ്നം കേട്ടോ. മരുന്ന് എല്ലാവരും കണ്ടു. അവിടെ ഗ്രാമീണ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള അമ്മമാരുണ്ട്. പിന്നെ എവിടെയില്ല, ഈ സൈഡ് മാത്രം. എന്തുകൊണ്ടും മരുത് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ലീലാമ്മ ഇപ്പം തമിഴിലും സിനിമയിലും ഏറ്റവും അറിയപ്പെടുന്നത്. അപ്പൊ എനിക്കിപ്പോ ഒരു കഥ കേട്ടിട്ട് എനിക്ക് ഇന്ന കഥയാണെങ്കിലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്നുള്ള, എനിക്ക് ജീവിക്കണം. പക്ഷെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങളോ അങ്ങനത്തെ ക്യാരക്ടറോ ചെയ്യില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പൊ ചിലനോട് പരസ്യം ചെയ്യാൻ പറയും. ഇപ്പൊ നാളും 1-2 പരസ്യത്തിന് അതെ ഞാൻ ചോദിച്ചാൽ എന്താ പരസ്യം എന്ന്, മുട്ടുവേദനയ്ക്ക് ഉള്ളതാണ്. എന്നിട്ടോ ആ മരുന്ന് ഞാൻ പറ്റിയിട്ട് എനിക്ക് മാറിയെന്ന് പറയണം. ഞാൻ പറഞ്ഞു പോയി ഒരാളെ നമുക്ക് പറഞ്ഞു. മുട്ടുവേദനയ്ക്ക് മുട്ട് കാണിക്കണല്ലോ. അല്ല മുട്ട് കാണിക്കുന്നതല്ല, മുട്ട കാണിച്ചത് മുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പരസ്യക്കാരെ നാളെ ഇവർ കാണുന്നില്ല. ഞാൻ ഇന്ന് പരസ്യം ചെയ്തിട്ട് നാളെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വരുന്നത്. എനിക്ക് ഒരൊറ്റ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു പരസ്യം, ഒരു സോപ്പ് പൊടി, ഇപ്പോഴൊന്നല്ല വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ട്രെയിനിലൊക്കെ വരും, എന്നിട്ട് ഇത് സ്ലീപ്പറിലൊക്കെ വരും ഞാൻ അന്ന് ആ സമയം. ഇപ്പൊ പിന്നെ ദൈവത്തിന്റെ എനിക്കൊന്നും അങ്ങനെ പോകാറില്ല. അയ്യോ മേഡം ഞങ്ങൾ പരസ്യം കണ്ടു കേട്ടോ, സോപ്പ് പൊടി പരസ്യം കണ്ടു, പരസ്യം നന്നായിരുന്നു, സന്തോഷം. സോപ്പ് പൊടി ഒന്നിനും കൊള്ളില്ലായിരുന്നു. അതോടുകൂടി പരസ്യം നിർത്തി. അപ്പൊ ഈ മുട്ടുവേദനയോട് ഞാൻ പറയാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ പിന്നെ പറഞ്ഞു ഷുഗറിന്റെ മരുന്ന് കഴിച്ചു പറഞ്ഞു. എനിക്ക് ഷുഗറേ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഷുഗർ ഇല്ല. ഷുഗർ ഉള്ളവരത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ എന്നെ വെറുതെ വിടുവോ, അതൊന്നും ഞാൻ ചെയ്യൂല. അതായത് എനിക്ക് മനുഷ്യരെ മുന്നിൽ ഇറങ്ങി നടക്കണം. പക്ഷെ മുട്ടുവേദനയുടെ ഒക്കെ അഭിനയിക്കുക എന്താണെന്നറിയോ, മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയില്ലല്ലോ. കാരണം മുട്ടുവേദനയുടെ അവർ വീട്ടിൽ ഇരുന്നോളും, മാറിയല്ലേ വരൂ. അതിന്റെ സ്വഭാവം എടുപ്പിക്കരുത് ഇവിടുന്ന് പോണേന്റെ ഇടയ്ക്ക്. മാറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ലേ? അല്ലേ, നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഏത് കഥ കേട്ടിട്ടേ ഞാൻ പറയുള്ളൂ, ഞാൻ വരുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവരിനോടും ഒരു കഥ പറഞ്ഞു തരാന്ന് പറയുമ്പോൾ പറയും വേണ്ട. നമ്മൾ ചില മാനേജരോട് പറഞ്ഞു പറഞ്ഞു വേണ്ട, ഈ കഥയൊന്നും അറിയണ്ട, ഇനി ക്യാരക്ടർ എന്താണെന്ന് അറിയണം, കോസ്റ്റ്യൂം എന്താണെന്ന് അറിയണം, അത്രേ ഞാൻ ചോദിക്കുന്നു. അതെങ്കിൽ മസ്റ്റാ. എന്താ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളതാണ്. നമ്മള് ഇംഗ്ലീഷുകാരൊന്നുമല്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക്. വേഷം ഞാൻ എന്ത് വേഷം ചെയ്യും. ഭ്രാന്ത് വേണോ, വേശ്യ വേണോ, അത് പിച്ചക്കാരത്തി വേണോ, എന്തും ചെയ്യും. പക്ഷെ തുണി വേണം, ആണെന്നാണ്. അത് മസ്റ്റാണ്. അത് മസ്റ്റ്. 2 കാര്യം മസ്റ്റാണ് ജീവിക്കണ്ടേ. തുണി വേറെ എന്തായിരുന്നു പറഞ്ഞത്? തുണി മണി അത് ബേസിക് ആണല്ലോ. തുണി മസ്റ്റാ. അതിലാ പരിപാടി നടക്കുക. എന്ത് കാര്യത്തിലും വേണം തുണി. നമ്മളെ ഇപ്പോഴത്തെ തലമുറയിലുള്ള അഭിനേതാക്കള്, ഇപ്പോഴത്തെ ഒരു സിനിമ, ഇതിനോടൊക്കെ ഉള്ള ഒരു ഇംപ്രഷൻ എന്താ? എന്നിട്ട് വേണം ഞാൻ തമിഴിൽ ഇപ്പൊ കുറേശ്ശെ ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും മലയാളത്തിൽ ഞാൻ അതും കൂടി കഞ്ഞുകൂടി മുട്ടി തന്നെ നല്ല ചോദ്യം. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്യാനുള്ളതും ഉണ്ടാവുമല്ലോ. അപ്പുരെന്നെ പറയട്ടെ, അവരത് പറയണം. ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. ബാക്കിയൊക്കെ കുട്ടി ഇവരോട് ചോദിച്ചോളൂ, പോയി കിട്ടും. അതാ നല്ലത്. അതിനെ കൊണ്ടൊന്നും എന്നോട് പറയിപ്പിക്കാതിരിക്കണം നല്ലേ. മുളയ്ക്ക് ഒരൊറ്റ സ്വഭാവമുണ്ട്, കണ്ട കാര്യം പറഞ്ഞു പോകും ഞാൻ. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയല്ലേ, ആർക്കും ഇഷ്ടമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെയല്ല മക്കളെ, നിങ്ങൾക്ക് അറിയാൻ ഒക്കെ പോട്ടെ. വേണ്ട, ക്യാമറയിൽ പറയേണ്ടത്. ജൂണിൽ ഇത് ജൂണല്ലേ, നേരത്തെ പറഞ്ഞു. ഇതിനിടെ കൂടി നിങ്ങൾ തമ്മിൽ രഹസ്യം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എനിക്ക് മനസ്സിലാവാത്തത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുമ്പോ കണ്ടാൽ മതി. ജൂൺ 19 എന്തായാലും ഒരു പൂരം. അതെ. അപ്പൊ എന്തായാലും ശ്രീകാന്തേട്ടനോട് ചോദിക്കാം, എന്താ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേനും പടത്തിന്റെ പേര് കേട്ടൊരു സംഭവം അല്ലായിരുന്നു എനിക്ക് തോന്നി. അതുപോലെ ഈ ക്യാരക്ടറിൽ എന്തെങ്കിലും എന്താ പുറമേന്ന് കാണുന്ന അല്ലാതെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഞങ്ങൾ 3 പേര് കൂടാതെ 2-3 പേരുണ്ട്. ഞങ്ങൾ 4-5 പേര് ചേരുന്നൊരു ഗ്രൂപ്പ് ഈ സിനിമയിലുണ്ട്.
അത്രയും ആണ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റും. ബാക്കി ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. എനിക്ക് പറയാൻ പറ്റുക എൻ്റെ അപ്പിയറൻസ് ഇപ്പം പോസ്റ്ററിൽ കാണുന്ന അപ്പിയറൻസിൽ നിന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനേ അല്ലത്, വേറെ ടോട്ടലി വേറൊരു ക്യാരക്ടറാണ്. ഒരു പെർഫോമേഴ്സ്, അതെ, ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യാസപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ആ നിലയ്ക്ക് ഒരു വ്യത്യാസത്തിൽ ചില സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയതാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിലൊരു പാട്ട് ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിട്ട് അഭിനയിച്ചൊരു പാട്ട്. അതൊരു 3 ദിവസം കഴിയുമ്പോൾ ഞാനും രമേശേട്ടനും ജോജിയും കൂടെ ഗംഭീര ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. അത് പോത്തനൊക്കെ ഉണ്ട്. അതെ അതെ അതെ, ആ പാട്ടൊരു മെലഡി സോങ് ആണ്. നമ്മുടെ കുറച്ച് റിതമിക് ആയിട്ടുള്ള സോങ് ആണ്. കാവാലം സാറിൻ്റെ വരികൾക്കാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഇതിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട്? ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഈ സിനിമ ശരിക്കും ഈ സിനിമയിൽ ഈ ഒരു ട്രഷർ ഹണ്ടാണ് ഈ സിനിമ. അപ്പോൾ അതിലേക്കുള്ള അന്വേഷണം എല്ലാവരും, ഇതിലെല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ പിന്നാലെയാണ്. അപ്പം ഒരു ക്യാരക്ടറിന് മാത്രമായിട്ടല്ല, ശരിക്കും ഈ കഥയുടെ പോക്കിൽ എല്ലാവരും ഇതിലേക്ക് ഇങ്ങനെ വന്ന് എല്ലാവരും ഒന്ന് ഇൻവോൾവ് ആവുകയാണ്. ഇവൻ പോത്തൻ്റെ ക്യാരക്ടറും ജോജിയുടെ ക്യാരക്ടറും രമേശേട്ടൻ്റെ ക്യാരക്ടറും പല പല സമയങ്ങളിൽ ഈ സിനിമയുടെ സ്റ്റോറിയിലേക്ക് വന്ന് ചേരുകയാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് പെർഫോം ചെയ്യാൻ ഒരു സ്പേസിനേക്കാൾ ഒരു കൂട്ടായ്മയിലാണ് ഇതിൽ പെർഫോമൻസ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ തിരക്കഥയുടെ പോക്ക്. അപ്പോൾ ഈ കഥയിൽ ഫസ്റ്റ് ഇത് കേൾക്കുമ്പോൾ എന്താണ് ആകർഷിച്ചത് ഇതിനോട്ട് അഭിനയിക്കാൻ വരാനായിട്ട്? ഈ സിനിമയിലേക്ക് ആകർഷിക്കാനുള്ളൊരു കാരണം അതിൻ്റെ ഗ്രാമീണത, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പറയുന്ന ചില സീനുകൾ. ഈ സിനിമയിൽ ടോട്ടലി ഇവർ ഡയറക്ടർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് സിനിമയുടെ ത്രിൽ എന്ന് പറയുന്നത്. അവസാനം വരെ അത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് കിണർ പണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 3 കഥാപാത്രം, അതെ 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 അതെ, ശ്രീനിസാറൊക്കെ എഴുതുന്ന പോലത്തെ ചില കഥാപാത്രങ്ങൾ, അത്തരത്തിലുള്ള അന്തരീക്ഷം ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു സിനിമ അല്ല ഒരു കഥാന്തരീക്ഷം അതിനെ സിനിമയാക്കി മാറ്റിയിരിക്കുന്നതാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന സിനിമ. അതിലെ ഒരു നല്ല കഥാപാത്രം, പ്രധാന കഥാപാത്രം ഞങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കഥാപാത്രം ദിലീഷ് പോത്തനെ പോലുള്ളവർ ഉണ്ട് ഈ സിനിമയിൽ. പക്ഷേ എന്നാലും ഞങ്ങളൊക്കെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇപ്പൊ അങ്ങനെ ഒരു നടൻ ഒരു നടി അങ്ങനെയുള്ളല്ലോ, ഒരുപാട് ആൾക്കാർക്ക് നല്ല അതെ 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 അതെ. അപ്പോൾ ഈ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രഷേഴ്സോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ഈ പടത്തിൽ അഭിനയിച്ചപ്പോൾ? ശ്രീകാന്തേട്ടനൊക്കെ ഹൈ പ്രഷറായിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ആയ ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. അതെ അതെ, ശരിക്കും പാടാണ് അവരോട് അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്ര പ്രതിഭകളാണല്ലോ നമ്മളോടൊപ്പം ഉള്ളവർ. അപ്പം ബുദ്ധിമുട്ടുണ്ടത്. പിന്നെ എല്ലാം തുറന്ന് പറയാൻ പറ്റാത്ത ചേച്ചിയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ചേട്ടനെ പറ്റി എന്താ പറയാ? എന്നെ കുറിച്ച് ഞാനോ നല്ല മനുഷ്യനാണ്, നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, ഇല്ല ഒരു നല്ല മനുഷ്യനാണ്, ഒരു അഹങ്കാരവും ഇല്ലാത്തൊരു പയ്യനാണ്. ഞാനൊന്നും കേട്ട് പിന്നെ എനിക്ക് അങ്ങനെ തോന്നാറില്ല, കാരണം എല്ലാവരും അങ്ങനെ പറയുന്നോണ്ടേ. പിന്നെ സിനിമ ആരെയാക്കും സമയം കൊടുത്താൽ നുളഞ്ഞു കയറും. ഒട്ടകത്തിന് സ്ഥലം കൊടുക്കാന്ന് പറയും. അതൊക്കെയാണ് എന്നെ കുറിച്ച് പറയാറുള്ളത്. കുഴപ്പമില്ല. അപ്പോ ചേട്ടനുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് ഒരുപാട് ആക്ടേഴ്സിനോട് അഭിനയിച്ചാലും ചേട്ടന് തനതായിട്ടുള്ളൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവും. അതിന്റെ ഒരു സീക്രട്ട് ഉണ്ടോ? അതിന്റെ സീക്രട്ട് അതിന്റെ സീക്രട്ട് നമ്മള് കഥാപാത്രം ശബ്ദമാണോ അതോ ഗാംഭീര്യം വരുന്നത്? ഇല്ല, ശബ്ദം നമ്മൾ നാടകത്തിലൊക്കെ സാധനം ചെയ്ത് നാടകങ്ങൾ കളിച്ച് അങ്ങനെ ആയതായിരിക്കാം. എന്തായാലും അത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ശബ്ദം നല്ല മുഴങ്ങുന്ന ശബ്ദമായിരുന്നു, പരമ്പരാഗതമായി കിട്ടിയതായിരിക്കാം. പക്ഷെ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ കഥാപാത്രം മനസ്സിലാക്കിയിട്ട് അത് പരമാവധി നമ്മളിലേക്ക് ഉൾക്കൊണ്ടിട്ട് മനസ്സിൽ നിന്ന് അതിൻ്റെ ചേഷ്ടകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളത് ആവർത്തന വിരസത വളരെ കുറച്ചേ തോന്നുള്ളൂ. എന്നാലും തോന്നും ഒരു നടനെ സംബന്ധിച്ച് വ്യക്തിയിൽ ബാധകമാണ്. ഞാനാകുന്ന വ്യക്തിയാണല്ലോ മറ്റൊരു കഥാപാത്രത്തെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്
അപ്പൊ ആ ഒരു വ്യക്തിഗത കുറച്ചിട്ട് ക്യാരക്ടറിലുള്ള ക്യാരക്ടർ കണ്ട അപ്പൊ നമുക്കതിനൊരു ഉദാഹരണം വേണമായിരുന്നു. അതെ നമ്മുടെ അന്വേഷണത്തിലോ നമ്മുടെ കാഴ്ചയിലോ നമ്മുടെ ബന്ധങ്ങളിലോ എവിടെയെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എളുപ്പമാണ് അത് പിടിച്ച് കയറാം. ഏതൊരു ആത്മാവ് പിന്നെ പുറത്ത് കയറുന്ന ഒരു ശരീരം വേണം. ഒരു ആത്മാവിന് മറ്റൊരു ഇതിലേക്ക് ഒരു ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ശരീരം വേണമല്ലോ. അല്ല ആത്മാവ് കയറുന്നത് കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റത്തില്ല. ഒരു ശരീരത്തിൽ കയറുമ്പോൾ അത് ആ ശരീരം എഴുന്നേറ്റ് പ്രവർത്തിച്ചു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ കഥാപാത്രം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കിട്ടുമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുമെങ്കിൽ തീർച്ചയായിട്ടും അതേ പിടിച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഈ പറ്റുന്ന നടന് അതേ പിടിച്ച് ആ കഥാപാത്രമായിട്ട് മാറാൻ സാധിക്കും. അത് എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ്മെന്റ് ആകുന്നോ അതനുസരിച്ച് അതിന്റെ വേഷപ്പകർച്ച കൂടും. പിന്നെ കഴിവതും നമുക്ക് പറ്റുമെന്ന് തോന്നുന്ന നമുക്കൊരു കണ്ടെത്തലുണ്ടാവണം. ആ കഥാപാത്രം ഞാൻ എടുത്താൽ എങ്ങനെ ഇരിക്കും, ചെയ്താൽ ഇതാകുമോ എന്നുള്ളത് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആത്മവിശ്വാസം ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ബാക്കി ശക്തികളുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്നുണ്ടാകുന്ന ഗുണകരമായ കാര്യങ്ങളോ സാമ്പത്തിക നേട്ടം കൊണ്ടോ മറ്റു പേരും പെരുമയുടെ നേട്ടം കൊണ്ടോ അത് കയറി പിടിക്കാൻ പോകരുത്. പിന്നെ നമ്മളെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നു അല്ലെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു വരുന്നവരോ അല്ല അവർ നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരായാലും പണി കിട്ടും. കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞ അതിന്റെ കൂടെ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡയറക്ടർ സൈഡിലോ കഥാകൃത്തിന്റെ ഭാഗത്തോ ഞങ്ങളൊക്കെ എന്ത് സപ്പോർട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉപദേശത്തിന്റെ ഫലമാണ് ആ റിസൾട്ട്. അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ കൊടുത്ത അതിന്റെ അളവ് ഇച്ചിരി കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. കൂടെ നിൽക്കുന്ന ആളിച്ചിരി ഇതാണെങ്കിൽ അളവ് ഇച്ചിരി കുറയുമെന്നുള്ളൂ. പെർഫോമിങ്ങിന്റെ ഇതിന്റെ പോസിറ്റിവിറ്റി ഇച്ചിരി കുറയും. അതേസമയം ഞാൻ പറഞ്ഞ ഡയറക്ടർ കഥാകൃത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ പരമാവധി അവര് ബോധപൂർവം നമ്മളിൽ നിന്നുള്ള അത് നമ്മളെ മനസ്സിലാക്കി അവർ നമ്മളെ നിർദ്ദേശം തന്നാൽ ഇതാകും. നമ്മളെ കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയാൽ നമ്മൾ ഇതിലേക്ക് താഴ്ചയിലേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ അവരുടെ ട്രാക്ക് നമ്മുടെ ട്രാക്കുമായിട്ട് ചേരാതെ വരും. അങ്ങനെ അവരുടെയാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അത് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിച്ചാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സെറ്റിൽ നടന്ന എന്തെങ്കിലും ഒരു ഫൺ ഇൻസിഡന്റിനെ കുറിച്ച് പറയാമോ? അതേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഈ കിണറും വീഴ്ചയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അത് ഫണ്ണായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപകടകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു കിണറ്റിലേക്ക് ചാടുന്നതിന് പകരം ഡൂപ്പിനെ കൊണ്ടുവന്നു. അപ്പൊ ആ ഡൂപ്പ് ചാടി കഴിഞ്ഞപ്പോഴത്തേനും ഈ വിട്ടുപോയി. ആ ഉപ്പ് പൊട്ടിപ്പോയിട്ട് അതിന്റെ ആ വെയിറ്റിന്റെ ഇതുകൊണ്ട് ഇത് തെറിച്ച് വന്നു ക്യാമറയുടെ ലെൻസിന്റെ അവിടെ തലനാരിലേക്ക് വന്ന് അത് ടച്ച് ചെയ്തില്ല. അവിടുന്ന് അതും നല്ല ഇരുമ്പാണ്, മെറ്റൽ പീസ്, ഉരുക്കാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള. അത് ലെൻസിന് അടിച്ചാൽ 45 ലക്ഷം രൂപ ലെൻസിന് അപ്പൊ കഴിഞ്ഞു. അങ്ങനെ വലിയൊരു ദുരന്തം, വഴി മാറിപ്പോയൊരവസ്ഥ. ആളപായം ഉണ്ടായില്ല, അതിന് പകരം ഇതാണ് വേണം സംഭവിക്കാമല്ലോ. കാരണം പാറ നിറഞ്ഞ കിണറാണ്. അടിയിൽ നിറയെ പാറ. ആ മനുഷ്യൻ ആ വെള്ളത്തിലേക്ക് പോയി. അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടായത്. ബാക്കിയൊക്കെ പിന്നെ എല്ലാം കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അതേ ഉള്ളൊരു ഇതായിട്ട് നമുക്ക് പറയാം. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബോറടിച്ചെങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? അത് ശരി കേട്ടോ. ബോറടിച്ചില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോറടിച്ചോണം എന്ന് പറയാൻ. റാപ്പിഡ് ഫയർ ചെയ്യാം. അപ്പം ഒറ്റ വാക്കില് ഉത്തരം പറയാൻ ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പം നിങ്ങക്ക് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞോ, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. വില്ലേജ് ആണോ സിറ്റി ആണോ? അയ്യോ രണ്ടും. പിന്നെ ഞങ്ങൾ 3 പേരും 4 പേരും രണ്ടിലും ഉള്ളവരാണ്. ഞങ്ങളൊക്കെ ബേസിക്കലി വില്ലേജിൽ നിന്നാണ്. പക്ഷെ ഞങ്ങള് ഗ്രാമമാണോ നഗരമാണോ, വില്ലേജാണോ സിറ്റിയാണോ അത് മനസ്സിലായില്ല. ഗ്രാമമാണോ നഗരമാണോ? നമ്മൾ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരും എന്നാൽ നഗരത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. നഗരത്തിൽ ജോലി ചെയ്യുന്നു, ഗ്രാമത്തിൽ പോയി ജീവിക്കുന്നു. അതെ, ഇത് രണ്ടും മാറി മാറി. പിന്നെ വേറൊരു ഇതൂടെ ഉണ്ട്, നരകത്തിൽ ജീവിക്കുന്നു, ഗ്രാമത്തിൽ പോയി താമസിക്കുന്നു. ജീവിച്ച സ്വർഗത്തിൽ പോയി താമസിക്കുന്നു. ഒരു അക്ഷരം മാറ്റിയിട്ടാ മതി. അങ്ങനെയില്ല, നരകവും നഗരവും തമ്മിൽ. അതെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കാണുന്നതാണോ അല്ലെങ്കിൽ OTT ഫോണിൽ കാണുന്നതാണോ? തിയേറ്ററിൽ കാണുന്നത്. സിനിമ തിയേറ്ററിൽ അതാണ് അതിന്റെ അർത്ഥവാക്യം. അതിന്റെ അത്രയും ഒരു ഇത് ഒന്നും വരും. മമ്മൂട്ടി മോഹൻലാൽ രണ്ടും.
അത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയണം. പക്ഷേ അതെന്തൊരു വർത്തമാനം. ഏയ് This രണ്ട്. or that. അപ്പൊ ഒരാളുണ്ടാവും അങ്ങനെ പറയുന്നവർ, എനിക്ക് തോന്നുന്നില്ല. എനിക്കില്ല, ഞാൻ പറയാം. ഞാൻ പറയാം പറയണേ, കിരീടത്തില് മോഹൻലാൽ വേണം, അത് കനിയാവൂരിൽ മമ്മൂട്ടി. ഭീഷ്മപർവ്വതത്തിൽ മമ്മൂട്ടി വേണം. അതെ മൃഗവേലും അതുപോലെ തന്നെ മമ്മൂട്ടിയാണ്. അതെ. ആക്ഷൻ ആണോ ഇമോഷൻ ആണോ പടം? ഇമോഷൻ. വിത്ത് ആക്ഷൻ. ഇമോഷൻ വിത്ത് ആക്ഷൻ. ബട്ട് ആക്ഷനിൽ നിന്നുണ്ടാകുന്ന ഇമോഷൻ എന്താ? ആക്ഷനും വേണം ഇമോഷനും വേണം, രണ്ടും വേണോ? രണ്ടും വേണം. അതുകൊണ്ട് ആക്ഷൻ ഉണ്ടായിട്ടും കാര്യമില്ല, ഇമോഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഹീറോ ആണോ വില്ലൻ ആണോ? ഹീറോ ഹീറോന്റെ കാര്യം ചെയ്യും, വില്ലൻ വില്ലന്റെ കാര്യം ചെയ്യും. വില്ലൻ വില്ലൻ. വില്ലൻ അല്ലെങ്കിൽ കഥയില്ലല്ലോ. ഇപ്പൊ വില്ലൻ ഹീറോ ആകുന്നതാണ് സിനിമയുടെ കേസിൽ വില്ലൻ. വില്ലൻ വില്ലനാണ് ചലഞ്ച് സിനിമയുടെ. അതില്ലെങ്കിൽ ഒരു നായകനൊരു പ്രസക്തി. വില്ലൻ ഇല്ലെങ്കിൽ സിനിമയില്ല. അപ്പൊ കള്ളനില്ലെങ്കിൽ പോലീസിന് എന്ത് പ്രസക്തി? എൻ്റെ അമ്മോ, ആ തല മഞ്ഞും വെയിലും കൊള്ളിക്കരുത്. ഇല്ല, ഇല്ല. ആ ഈ തല ശരിയല്ലേ? പഴയ പടങ്ങളാണോ അതോ പുതിയ ന്യൂ ഏജ് പടങ്ങളാണോ? പുതിയ പടങ്ങളാണോ? ഉള്ള കഞ്ഞി മുട്ടിക്കാനാണോ? അതാണ് കറക്റ്റ് ചോദ്യം. തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ഉള്ള കഞ്ഞി മുട്ടിക്കാനാണോ? ഇല്ല, സിനിമ പഴയത് പുതിയതൊന്നുമില്ല. സിനിമ എപ്പോഴും ഓരോരോ കാലഘട്ടത്തിലും ഈ ക്ലാസിക് ഫിലിംസ് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ പ്രായത്തിലും കാണുമ്പോൾ അതെല്ലാം പുതിയതായി തോന്നും. അപ്പം സിനിമ മാത്രമല്ല, നല്ല പുസ്തകങ്ങൾ റിപ്പീറ്റ് ഓരോ കാലത്തും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പം ക്ലാസിക്സ് ആണെങ്കിൽ അത് പുതിയ കാലവും പഴയ കാലവും ഒക്കെ ഒരുപോലെ. ക്ലാസിക് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒരു കാലത്ത് എന്തായിരുന്നു? മിഷൻ തന്നെയല്ലേ? അത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, അത് അന്നത്തെ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അതിന്റെ ഇതുണ്ടായിരുന്നു. കാലം മാറിയതൊന്നും ഈ കമ്പ്യൂട്ടറായി. ആ വ്യത്യാസം നമുക്ക് ടൈപ്പ് റൈറ്ററിനെ നമുക്ക് പറയാൻ പറ്റും. അതെ, ആ സമയത്ത് അതേ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ രാജാവായിരുന്നു. അവന്റെ കാലം കഴിഞ്ഞു പോയി, ആ കാലഘട്ടം നീങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പുതിയ തലമുറ വന്നു. പുതിയ തലമുറ വന്നു, ഞാൻ കമ്പ്യൂട്ടറാണ് അവന് ഇതായിട്ട് നിൽക്കാം. അതെ. ആ പഴയ തലമുറയ്ക്ക് ഇവിടെ അമേരിക്കയ്ക്ക് ഒന്ന് പോകണമെന്ന് വെച്ചാൽ നടക്കുമോ? പറ്റുന്നത് ഇല്ല. അതേസമയം ഇന്നിപ്പോൾ അമേരിക്ക പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തീരുമാനിച്ച പോകാനുള്ള സംവിധാനങ്ങൾ അടുത്ത ശ്രമത്തിൽ പെട്ടെന്ന് സാധിക്കും. നിങ്ങൾ എല്ലാരും ജോജിയിൽ അഭിനയിച്ചിട്ടുള്ള ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ? ലാസ്റ്റ് ഓഫിൻ ചേട്ടനാണ്. ഫഹദ് ഫാസിലാണോ ദിലീഷ് പോത്തനാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. ദിലീഷ് ഈ പടത്തിന് പ്രമോഷനാണോ? അല്ല, അല്ലല്ല. ദിലീഷ് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു, ഭഗതിന്റെ ജോലി ചെയ്യുന്നു. എന്നാലും അദ്ദേഹം ഡയറക്ടറും അദ്ദേഹം ആർട്ടിസ്റ്റുമാണ്. ഇനി ഒരു ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഈ പറയുന്ന ചോദ്യത്തില് ആരാണ് കൂടുതൽ ഈ ചോദ്യത്തില് കറക്റ്റ് ആയിട്ട് തോന്നുന്ന ആളുടെ നേരെ കൈ ചൂണ്ടിയാൽ മതി എല്ലാവരും. അപ്പൊ ആരാണ് തോന്നുന്നുണ്ടെങ്കിൽ കൈ ചൂണ്ടിയാൽ മതി, വിരലി ചൂണ്ടിയാൽ മതി. അപ്പം ഇവിടെ ഇരിക്കുന്നതില് രാഷ്ട്രീയത്തിലേക്ക് കയറാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത് ആരായിരിക്കും? എല്ലാവരും കൈ ചൂണ്ടോ? നിങ്ങളെന്താ കൈ ചൂണ്ടാത്ത? ഞാൻ കഴിഞ്ഞുകൊണ്ടാ എങ്ങനെ കൊണ്ടിയാ മതി, അങ്ങനെ ചൂണ്ടിയാൽ മതി. ശരി, രാഷ്ട്രീയത്തിലേക്ക് കയറാൻ ഇല്ലാതെ അത് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യം. ആരാണ് വാട്സപ്പിലെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാത്തത്? തരാത്തത് മെസ്സേജ് അത് ഞാൻ തന്നെ എല്ലാരും ചോദിക്കും, ഞാൻ കൊടുക്കൂല. ഞാൻ അതിന് കൂടി ഞാൻ നോക്കിയിട്ടുണ്ട് വേണ്ടേ ഒരു കൊല്ലത്തോളത്തിൽ. ഞാൻ നിർബന്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. ഒരു കൊല്ലം ഈ കൊല്ലത്തെ ഓണത്തിന്റെ അടുത്ത വർഷം കൊടുക്കുന്നു. അടുത്ത വർഷം അവര് വിളിച്ചു പറയും, അമ്മ ഇതിപ്പോ 2 വർഷത്തെങ്കിലും തരണേന്ന്. സത്യം പൊന്നു വിളിച്ചെന്നാ പൊന്നുളപ്പുള്ളിങ്ങൾ പറഞ്ഞാൽ എല്ലാം തരണേ. കത്തുള്ള കാലമില്ല, കത്തുള്ള കാലത്ത് കത്ത് പോലും എഴുതാത്ത ആളാ. മാസങ്ങളോളം വീട്ടിൽ നിന്ന് മാറുന്നില്ല. അച്ഛനമ്മയ്ക്ക് ഈ പറഞ്ഞ് കത്തുകൾ വന്നിട്ട് മടുത്തിട്ടുണ്ട്, അയക്കത്തില്ല. എഴുതാൻ വരെ പോയിരുന്നാലും മടിയായിരുന്നു, എഴുതത്തില്ല. അടുത്തത് സത്യമാണോ അല്ലോ എന്നുള്ള വേറൊരു ഗെയിമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ ഇത് ഓരോരുത്തരായിട്ട് ചോദിക്കാം. അപ്പം സത്യമാണോ അല്ലേ എന്ന് മാത്രം പറയാം. ഷൂട്ടിങ്ങിന് ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. സമയത്തിന് ഒരു എന്തുകൊണ്ടാ ചോദിച്ചത്? ഷൂട്ടിങ്ങിന് ലേറ്റ് ആയിട്ട് ലേറ്റ് ആയിട്ട് വന്നിട്ടില്ല, പോയില്ല. മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ പറ. അങ്ങനെ തന്നെ പറഞ്ഞത്. ഷൂട്ടിങ്ങിന് താമസിച്ചു വന്നിട്ടുണ്ടോ? ലേറ്റ് ആയിട്ട് വന്ന അതൊക്കെ അറിയാം. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ചോദിക്കൂട്ടിയെ ഉപ്പാവില്ല, കഞ്ഞിയാ. അടുത്തത് ഡയലോഗ് മറന്നിട്ടുണ്ട്. അപൂർവം. അപൂർവം. ഓക്കെ.
സെറ്റിൽ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്? ഇല്ല. ഡയലോഗ് മറന്നിട്ട് കോൺഫിഡൻസിൽ പിടിച്ചു നിന്നിട്ടുണ്ട്? ഇഷ്ടം പോലെ അത് നടക്കുന്ന കാര്യം തന്നെയാണ്. ലൈവ് വലിയ 3 മണിക്കൂർ നാടകം ലൈവ് ചെയ്യുന്ന ആളെടുത്ത് അങ്ങനെ ചോദിച്ചാൽ വടക്കമ്പാട്ടിലെ കഥാപാത്രത്തിന്റെ ചന്തുവിന്റെ തലയിലിരിക്കുന്ന വിഗ് താഴെ പോയിട്ട് അവിടെ നിന്ന് ഒറ്റ ഡയലോഗ് തെറ്റാതെ അവിടെ നിന്ന് കഴിവായിട്ട് പറയുന്നത് അല്ല, ഒറ്റ ഡയലോഗ് തെറ്റാതെ കംപ്ലീറ്റ് ആ ഡയലോഗ് പൂർത്തിയാക്കിയിട്ട് വിഗ് വാള് മുഖ്യ വഴിക്ക് വാളന്റെ കൊണ്ട് വിഗ് പറഞ്ഞു പോയി. അതെവിടെയാ? വലിയ മഹാരഥന്മാരിരുന്ന് നാടകം കാണുന്ന ആഡിറ്റോറിയത്തിൽ തിരുവനന്തപുരത്ത് കാർത്തികരുന്നാൾ തിയേറ്ററിൽ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന നാടകം. അന്ന് പുള്ളി പിടിച്ച് വാളെടുത്തപ്പോൾ വിഗ് ധരിച്ചു പോയവൻ ചന്തു. ഇല്ലില്ല, ഒരു സംഭവമില്ല. അത് അങ്ങനെ അങ്ങനെ പറയും. എന്റെ വിഗ് ധരിച്ചു പോയതുകൊണ്ട് ഞാൻ പോകുന്നു. നാടകത്തിനിടയ്ക്ക് വാളെടുത്തപ്പോൾ വിഗ് ധരിച്ചു പോയവൻ ചന്തു. ആ പറഞ്ഞു വരുന്ന സിറ്റുവേഷൻ്റെ അകത്ത് ഒരു ഇടയില്ല, ഒരു അല്പം കൂടെ സ്പിരിറ്റോട് കൂടി ആ ഡയലോഗ് മുഴുവൻ നീണ്ട ഡയലോഗാണ് അത് പറഞ്ഞ് അവിടെ അടുത്ത് കയ്യടിയായിരുന്നു. എത്ര പേര് സ്റ്റേജ് കയറി വന്നു പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. അതാണ് ജനങ്ങൾ നിസ്സാരരല്ല പ്രേക്ഷകർക്ക് പറയുന്നത്. അവർക്ക് സാഹചര്യവും സന്ദർഭവും അറിയാം. ഒരു നാടകത്തിന് രണ്ടാമതൊരു ടേക്കില്ല. അപ്പൊ അവിടെ ഞാൻ നിന്ന് പോയാൽ ആ നാടകം അവിടെ നിൽക്കുക. പിന്നെ ആ നാടകം നിന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര കളിച്ചാൽ ആ ലെവലിലേക്ക് കയറി വരില്ല. അതാണ് അതിന്റെ സിറ്റുവേഷൻ. അതറിയാവുന്നതുകൊണ്ടും പിന്നെ പ്രേക്ഷകർക്ക് അറിയാം ഇത് നാടകമാണെന്നും ഞാൻ ചന്തു അല്ലെന്നും എന്റെ തലയിരിക്കുന്നത് വിൽക്കാന്നും പ്രേക്ഷകർക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് ആരവിടെ അത് മനസ്സിലാക്കാന്നുള്ള റിലീസ് ദിവസം ടെൻഷൻ കാരണം ഉറങ്ങാതിരുന്നിട്ടുണ്ട്? ഉറങ്ങാതൊന്നും ഇരുന്നിട്ടില്ല. ടെൻഷൻ ഉണ്ടാവും. ഉറങ്ങും. പഠിച്ചാകുമ്പോഴേക്കെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോകും. ഗൂഗിളിൽ സ്വന്തം പേര് സെർച്ച് ചെയ്തിട്ടുണ്ട്? എല്ലാരും ചെയ്യുന്നല്ലേ? സ്വന്തം പേരെന്തിനാ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം? നമ്മളെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങള് ഗൂഗിളിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. ഇനി അത് നോക്കണം, പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് നോക്കണം. ഇനി അതായിട്ട് കുറയ്ക്കണ്ടല്ലോ. അതെങ്ങനെയാന്നും അറിയില്ല. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ. ഡയറക്ടർ കട്ട് പറഞ്ഞതിന് ശേഷം അഭിനയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ ഈ പിന്നെ അഭിനയിക്കുന്നതിനിടയിൽ യഥാർത്ഥത്തിൽ ഇമോഷണൽ ആയിട്ടുണ്ട്? ഉണ്ട്. പിന്നെ ഉണ്ട്. ഇന്നിവിടെ സംസാരിക്കുമ്പോൾ ഇമോഷണലായി കയ്യിൽ നിൽക്കാതെ പോയിട്ടുണ്ട്. ദുഃഖത്തിന്റെ ഒരു ആഴവും അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അടുത്ത ഡയലോഗ് പറയാൻ പറ്റാതെ ഗദ്ഗതത്തോട് ആ ഒരു ഇതിൽ നിന്നിട്ടുണ്ട്. പക്ഷെ അത് സാഹചര്യങ്ങൾ നമ്മൾ പല ഒരു നാടകത്തിൽ തന്നെ ആ സിറ്റുവേഷൻ വരുമ്പോൾ പല പ്രാവശ്യം ഓഡിയൻസിന്റെ ഇതനുസരിച്ച് അവരുടെ നമ്മളുമായിട്ടുള്ള ആ ഇതനുസരിച്ച് അത് സംഭവിക്കും. അതിന്റെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പറയാൻ ബ്രീത്ത് നമുക്ക് കിട്ടുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല. ദുഃഖം നമ്മുടെ മനസ്സിൽ ഒതുങ്ങിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കാം. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. സിനിമ മോഹിച്ചു വരുന്ന ഒരുപാട് യുവാക്കളും യുവതികളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്താണ് ആഗ്രഹിച്ചു വരുന്ന പുതിയ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു വാക്യത്തിൽ പറഞ്ഞാൽ മതി. ഇല്ല, പുതിയ തലമുറയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം കൊടുക്കാനുള്ള ഒരു ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. അത് തന്നെ. അത് തലക്കാനും മലക്കാനും ഒന്നും കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് അവർ സിനിമയെ സ്നേഹിച്ച് സിനിമയോടൊപ്പം നിൽക്കുക. അപ്പോൾ അവർക്ക് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ സിനിമയിലാവാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ജൂൺ 19 ഇറങ്ങുന്ന സത്യത്തിൽ സംഭവിച്ചത് എന്ന സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ല സിനിമകൾ എന്നും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും എന്നും മനസ്സിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നല്ല സിനിമ ആയിക്കോട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. ഗ്രോവിന് എല്ലാവർക്കും എൻ്റെ നന്ദി. 24 മീഡിയൻ്റെ നന്ദി. അത് സത്യത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, സത്യം പറഞ്ഞത് സംഭവിക്കട്ടെ.